ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത്. ഇന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. ആദ്യം ശ്ലോകം ചൊല്ലാം. പൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതിഃ അവ്യയപുരുഷഃ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച. പൂതാത്മാ ഭഗവതഃ ആത്മാ പുണ്യഃ. ഭഗവാൻ വിഷ്ണുവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അത് പൂതാത്മാ എന്ന് പറഞ്ഞാൽ പുണ്യാത്മാ എന്നർത്ഥം. ഇവിടെ ആ പരബ്രഹ്മത്തിൻ്റെ പരമപുരുഷൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ ആത്മാവ് എന്ന് പറയുന്നത് അഥവാ ഭഗവാൻ ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭഗവാനേവ ശ്രീ മഹാവിഷ്ണു ഏവ സൃഷ്ടി സ്ഥിതി സംഹാര കരോതി. ഭഗവാൻ തന്നെയാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചെയ്യുന്നത്. സംഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കൽ എന്നുള്ളൊരു അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സംഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ യുഗാന്ത്യത്തിലും യം സഹ സൃഷ്ടവാൻ എന്തൊക്കെ സൃഷ്ടിച്ചുവോ അതെല്ലാം തന്നെ ആത്മനീയേവ ലയനം കരോതി. ഭഗവാനിൽ തന്നെ ആ സൃഷ്ടിക്കപ്പെട്ട സകല ചരാചരങ്ങളെയും തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അടുത്ത യുഗത്തിൻ്റെ ആരംഭത്തിൽ വീണ്ടും പുനഃ സഹസൃഷ്ടി കരോതി. ഭഗവാൻ സൃഷ്ടി നടത്തുന്നുള്ള. അപ്പോൾ ഇവിടെ ഈ ആത്മാവ് എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങൾക്ക് അഥവാ മനുഷ്യർക്ക് ദോഷഃ അസ്തി. നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ചെയ്തികളിൽ പല ദോഷങ്ങളും അഥവാ കുറ്റങ്ങളും ഉണ്ട്. ഈ പുണ്യപാപങ്ങൾ എന്ന് പറയുന്നത് പുണ്യപാപാനി പുണ്യവും പാപവും പുണ്യപാപവും ഇത് ഈ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങൾക്ക് മാത്രമേ അതോ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത. പിന്നെയോ ഈ പരമാത്മാവിനെ ഈ പുണ്യാത്മാവിനെ ഈ പുണ്യപാപങ്ങൾ ബാധിക്കുന്നില്ല എന്നർത്ഥം. ഭഗവാൻ നിർഗുണനാണ്. പരബ്രഹ്മത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ലോകത്തിൽ കാണുന്ന സകല സാധനങ്ങളുടെയും ആസ്പെക്റ്റ് ഈ ഭഗവാനിൽ നിക്ഷിപ്തമാണ്. ഈ പ്രപഞ്ചശക്തിയിൽ നിക്ഷിപ്തമാണ്. നമ്മൾ കാണുന്നതും കാണാത്തതും. പക്ഷെ ഈ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ പുണ്യപാപങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ ഭഗവാനെ അനാനുഷംഗ സഹ അനാനുഷംഗ ഇത് ഭഗവാനെ സ്പർശിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. എപ്പോഴും സദാ ഭഗവാനെ ഒരു തരത്തിലുള്ള ദോഷവും ബാധിക്കുന്നില്ല. എന്നാൽ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങൾക്ക് അതുണ്ട് താനും. എന്നാൽ ഭഗവാനെ ഇത് ഒരിക്കലും തൊടുക പോലും ചെയ്യുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് പുണ്യാത്മാ
പൂതാത്മാ, പൂതം പുണ്യം, പുണ്യാത്മാ അഥവാ ദോഷരഹിത, പരമപുരുഷ പരമാത്മാ ദോഷരഹിത അസ്തി, ദോഷങ്ങളൊന്നും ബാധിക്കാത്തതാണ് എന്നർത്ഥം. പൂതാത്മാ പരമാത്മാ, പൂതാത്മാ പരമാത്മാ, പരമാത്മാ എന്നാൽ ആത്മാക്കളുടെയെല്ലാം ആത്മാ, സർവാത്മാനാം ആത്മഹ ഭഗവാൻ അസ്തി. അതുകൊണ്ടാണ് പരമാത്മാ എന്ന് പറയുന്നത്. ഈശ്വരന്മാരുടെയെല്ലാം പരമേശ്വരൻ, ഈശ്വരന്മാരുടെയെല്ലാം ഈശ്വരൻ എന്നുണ്ട്, ദേവന്മാരുടെയെല്ലാം ഈശ്വരൻ എന്നും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആത്മാനാം സകലാനാം ആത്മാനാം ആത്മാ ഭഗവാനേവ, അതുകൊണ്ടാണ് പരമാത്മാ എന്ന് പറയുന്നത്. പരമമായ ആത്മാവ്, അതിന് മേലെ ഒന്നും തന്നെയില്ല, അതുകൊണ്ടാണ് പരാത്മാ. ഇപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് അഥവാ ഈ പരമാത്മാ എന്ന് പറയുന്നത് എപ്പോഴും ദോഷരഹിതവും, അതായത് പുണ്യഭാവങ്ങളൊന്നും തന്നെ ഭഗവാനെ ബാധിക്കുന്നില്ല എന്നർത്ഥം. എന്നാൽ സൃഷ്ടിക്കപ്പെട്ട നമ്മളെപ്പോലുള്ള ജീവജാലങ്ങൾക്ക് ഇത് ബാധകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സഞ്ചിത കർമ്മങ്ങളുടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതും പൂർവജന്മത്തിൽ ഏത് വയം കുർമഹ, നമ്മൾ എന്തൊക്കെ ചെയ്തുവോ അതിൻ്റെയൊക്കെ ഫലമെന്നോണമാണ് പുനർജന്മവും സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷ്ണു സഹസ്രനാമം അഥവാ ശ്രീ മഹാവിഷ്ണുവിൻ്റെ നാമോച്ചാരണത്താൽ ഈ പാപങ്ങളിൽ നിന്നും വയം വിമുക്തഃ സ്മ നമ്മൾ വിമുക്തി നേടും, മുക്തിം പ്രാപ്നുമഹ, മുക്തി നമ്മൾ നേടുന്നു എന്നതാണ് ഭഗവാന്റെ നാമോച്ചാരണത്താൽ തന്നെ. അപ്പോൾ ഇവിടെ ഭഗവാൻ പുണ്യാത്മാവാണ്, അല്ല പരമാത്മാവാണ്, ആത്മാക്കളുടെ എല്ലാം ആത്മാ. ആ പരമാത്മാവാണ് മറ്റുള്ള ആത്മാക്കളെ സൃഷ്ടിക്കുന്നത്, ശരീരിയായിട്ടുള്ള ആത്മാക്കളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ശരീരിയായിട്ടുള്ള ആത്മാക്കൾ ഇവിടെ പല സ്ക്രിപ്റ്റേഴ്സിൽ നമ്മുടെ സനാതന ധർമ്മത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്, ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നുണ്ട്. അഥവാ ഈ പരബ്രഹ്മം അനേക ആത്മാക്കളായി ശരീരം ധരിച്ചുകൊണ്ട് ഭൂമിയിൽ ജനിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമാണുള്ളത്. അപ്പോൾ ഈ ശരീരത്തെ സ്വീകരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള അറിവില്ലായ്മ, ജ്ഞാനമില്ലായ്മ, അജ്ഞാനം ബാധിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സകല പുണ്യഭാവങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ല. അത് ഭഗവാന് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ഭഗവാൻ തന്നെ ഒരുപാട് ആത്മാക്കളായിട്ട് ശരീരത്തെ സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമില്ല തന്നെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ശരീരം പോയി കഴിഞ്ഞാൽ അഥവാ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് അനശ്വരമാണ്. അപ്പോൾ ഈ ആത്മാവ് ബ്രഹ്മതുല്യമാണെങ്കിൽ പിന്നെ പുനർജന്മത്തിൻ്റെ ആവശ്യകതയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സൃഷ്ടിക്കുന്നവനും അഥവാ സ്രഷ്ടാവും സൃഷ്ടിക്കപ്പെടുന്ന ജീവജാലങ്ങളും വളരെ അന്തരമുണ്ട്. ഈ മനുഷ്യനായി പിറക്കുന്ന ഒരുവനും തന്നെ ബ്രഹ്മതുല്യമായിട്ട് മാറാനായിട്ട് സാധ്യമല്ല. അതായത് മാതാപിതാക്കൾക്കുണ്ടാകുന്ന കുട്ടികൾ, വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ, നമുക്ക് ജനിക്കുന്ന കുട്ടികൾ നമ്മളെമാതിരി അല്ലല്ലോ. ചില ട്രെയ്റ്റ്സ്, ചില ഗുണങ്ങളും അതുപോലെ തന്നെ പെരുമാറ്റ രീതികളും അതിൽ കാണുമെങ്കിലും ഈ സൃഷ്ടി എന്നും ഉണ്ടാകുന്ന സന്തതി എന്ന് പറയുന്നത് ഒരു യുണീക്കായിട്ടുള്ള സൃഷ്ടിയാണത്. അത് സൃഷ്ടിച്ച മാതാപിതാക്കളിൽ നിന്നും വളരെ വിഭിന്നമാണ്. അതുതന്നെയാണ് അതിൻ്റെ വൈശിഷ്ട്യവും. അപ്പോൾ ഇവിടെ പരമാത്മാവ്
സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്, സൃഷ്ടികർമ്മം നടത്തുന്നു. സൃഷ്ടി എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ആട്രിബ്യൂട്ടാണത്. അത് കണ്ടിന്യൂസ് ആയിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭഗവാനും നമ്മളും വ്യത്യാസമുണ്ട്. എങ്ങനെ വന്നു കഴിഞ്ഞാലും അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് തെറ്റാണ്. ബ്രഹ്മത്തിൻ്റെ അംശം നമ്മളിലുണ്ട്, പരമാത്മാവിൻ്റെ അംശം നമ്മളിലുണ്ട്. കാരണം അച്ഛനമ്മമാരുടെ തേജസ്സിൽ നിന്ന് ഉണ്ടാകുന്നതാണല്ലോ സന്തതി, അവരുടെ അംശമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ ജനിക്കുന്ന കുട്ടി അച്ഛനമ്മമാരെ പോലെ ആവില്ല, പരിപൂർണമായും വ്യത്യസ്തനാണ്. അതുപോലെ തന്നെയാണ് ഈ പരമാത്മാവ് ഈ ജീവാത്മാക്കളെ സൃഷ്ടിക്കുന്നു, ശരീരം കൊടുത്തുകൊണ്ട് ഒരു ശരീരവും കൊടുക്കുന്നു. അപ്പോൾ അത് ബ്രഹ്മത്തിൽ നിന്നും പരമാത്മാവിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഈ ജീവാത്മാക്കൾക്ക് പുണ്യപാപങ്ങൾ ബാധകമാണ്. ഒരുപാട് ദോഷങ്ങൾ, അനേകാനി ദോഷാനി ബാധന്തേ, നമ്മളെ ബാധിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഭൂതാത്മാ പരമാത്മാച മുക്താനാം പരമാഗതി, മുക്താനാം മുക്തി നേടിയവർ. മുക്താനാം, ആരാണ് മുക്തി നേടുന്നത്? സാധാരണഗതിക്ക് ഈ നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞിട്ട് മഹാവിഷ്ണുവിൻ്റെ നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ മുക്തിയെ പ്രാപിക്കുന്നതാണ് എന്ന് പറയുന്നത്. മുക്തി എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ ഓഫ് ദ ഗോഡ്, ഈശ്വര സാക്ഷാത്കാരമാണ്. ഭഗവാനെ സാക്ഷാത്കരിക്കുക. അതുപോലെ തന്നെ ഈശ്വരസ്യ പരമപദം പ്രാപ്നുമഹ, ഈശ്വരൻ്റെ പരമപദത്തെ നമ്മൾ പ്രാപിക്കുന്നു. വിഷ്ണു സഹസ്രനാമത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. പരമപദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ മോക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭഗവാന്റെ അടുത്ത്, ഭഗവതക സമീപം നമ്മൾ എത്തിച്ചേരുന്നു. വയം ഗച്ഛാമഹ, നമ്മൾ പോകുന്നു എന്നുള്ളതാണ് സങ്കല്പം. അഥവാ ഭഗവാൻ നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നർത്ഥം. ഏത്? വൈകുണ്ഠ ലോകത്തേക്ക് എന്നാണ് വിഷ്ണു സഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുക്താനാം പരമാഗതി, മുക്തി നേടിയവർ. ഈ വെറുതെ നാമം ജപിച്ചതുകൊണ്ട് മാത്രം മുക്തി കിട്ടുമോ? ഇല്ല. അതിൽ ആദ്യമായിട്ട് ഈ 6 ഗുണങ്ങൾ നമ്മൾ വെടിയേണ്ടിയിരിക്കുന്നു. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇത്യാദി ഗുണങ്ങൾ. അതായത് കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളാണ്. ഏത് വസ്തുവിനെ കണ്ടാലും നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹങ്ങൾ പിന്നെ അത്യാർത്തിയാകും. പിന്നെ ക്രുദ്ധത, ക്രോധം. അപ്പോൾ അതുപോലെ മതം, മാത്സര്യം, ഈ മത്സരബുദ്ധി. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ മോക്ഷപ്രാപ്തിക്ക് തടസ്സമായി നിലകൊള്ളുന്നതാണ്. അപ്പോൾ ഇവിടെ മുക്താനം എങ്ങനെയാണ് മുക്തി നേടുന്നത്? ഈശ്വരനെ ഭജിക്കേണ്ടിയിരിക്കുന്നു. ഈശ്വരധ്യാനം നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? വയം കുർമഹ, നമ്മളത് ചെയ്യുന്നു. അത് മാത്രം പോരാ, ഈശ്വരധ്യാനം മാത്രം പോരാ. പിന്നെയോ ഈ ഗുണഗണങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഈ ഗുണഗണങ്ങൾ ത്യജിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. അപ്പോഴാണ് മുക്തി നേടുന്നത്. അപ്പോൾ മുക്താനാം പരമാഗതി, അപ്പോൾ ഈ ഭക്തന്മാരുടെ പരമമായിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത്, ആശ്രയസ്ഥാനം മഹാവിഷ്ണുവേവ ഭഗവാനേവ. അതാണ് പരമാഗതി, പരമമായിട്ടുള്ള നമ്മുടെ ഗതി എന്ന് പറയുന്നത്, അഥവാ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനേവ. ഭഗവാന്റെ പാദം, ഭഗവത് പാദം പ്രാപ്തവ്യം, നേടേണ്ടിയിരിക്കുന്നത്. അത് തന്നെയാണ് പരമമായ ഗതി എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭൂതാത്മാ പരമാത്മാച മുക്താനാം, മുക്തി നേടിയവർ. മുക്തി നേടിയവർ പറഞ്ഞെങ്കിൽ പാപപുണ്യങ്ങളിൽ നിന്നെല്ലാം
മോക്ഷം നേടിയവർ എന്നർത്ഥം. അപ്പോൾ മോക്ഷം നേടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ജനന മരണാഭ്യാം എന്ത് ചെയ്യപ്പെടുന്നു? നമ്മൾ മുച്യതേ, നമ്മളെ അതിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ പുണ്യപാപങ്ങൾ എന്ന് പറയാം. അപ്പോൾ മുക്തി നേടിയവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ അവനെന്താണ്? അവനെ പിന്നെ ഒന്നും ബാധിക്കില്ല എന്നർത്ഥം. അത് വരുന്നുണ്ട്, നോക്കാം. മുക്താനാം, മുക്തി നേടിയവരുടെ, അഥവാ ഭക്താനാം, ഭക്തന്മാരാണ് മുക്തി നേടുന്നത്. ഭക്തഹേവ മുക്തിം പ്രാപ്നോതി, ഭക്തൻ തന്നെയാണ് മുക്തി നേടുന്നത്. വിഷ്ണു ഭക്തി, അവനെ ആ മുക്തി നേടിയവൻ്റെ പരമമായ ആശ്രയം, അന്ത്യസ്ഥാനം എന്ന് പറയുന്നത്, ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഭഗവത് പാദം, ഭഗവാന്റെ പാദഹ ഏവ, ഭഗവാന്റെ പാദം തന്നെയാണ്. ഭഗവത് പാദവും, പാദം രണ്ട് കാലുകൾ എന്ന് പറയുമ്പോൾ ഭഗവത് പാദവും രണ്ട് പാദങ്ങൾ. അവ്യയപുരുഷ, അവ്യയപുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവച. അവ്യയ, അവ്യയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ഈ ടേം വന്നിട്ടുണ്ട്. അവ്യയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടസ്ഥ അഥവാ സ്ഥിരഹ, പെർമനൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ, മാറ്റമില്ലാത്ത എന്ന രീതിയിൽ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ അതിന് ഉള്ള അർത്ഥം വ്യത്യസ്തമാണ്. അവ്യയ പുരുഷ, അവ്യയ, അവ്യയം എന്ന് പറഞ്ഞിട്ടുണ്ട് വ്യയം, അവ്യയം, അവ്യയ, വ്യയ, വീയതേ, വീയതേ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയാണ് അർത്ഥം. വീയതേ, ന വീയതേ, ഉപേക്ഷിക്കാതിരിക്കുന്നത്. ഭഗവാൻ ന വീയതേ, ഭക്താൻ ന വീയതേ എന്നർത്ഥം. അതാണ് അവ്യയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭഗവാൻ അസ്മാൻ ന വ്യബോഹതി, ഭഗവാൻ അസ്മാൻ ന വ്യബോഹതി, മുക്തിയിൽ നിന്ന് ഭഗവാൻ നമ്മളെ എന്ത് ചെയ്യുന്നില്ല? ഉപേക്ഷിക്കുന്നില്ല എന്നർത്ഥം. അതാണ് അവ്യയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ന വീയതേ, എവിടെ? വൈകുണ്ഠാത്, നമ്മളിവിടെ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാപത്തിൽ നിന്നെല്ലാം മുച്യതേ, ഭഗവാൻ അസ്മാൻ മോചകതി, നമ്മുടെ പാപങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്ന അർത്ഥം? നമ്മുടെ ആത്മാവ് എവിടെ പ്രാപിക്കുന്നു? ഭഗവത സന്നിധി, അതായത് വൈകുണ്ഠം എന്നർത്ഥം. അപ്പോൾ ഇവിടെ അവ്യയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹ ന വീയതേ, ആരാണോ ഉപേക്ഷിക്കാതെ സഹ ഏവ അവ്യയ. വ്യയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയതേ, വീയതേ, വീയതേ ഉപേക്ഷിക്കുക. അവ്യയം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ്. ന വീയതേ, ഉപേക്ഷിക്കുന്നില്ല എന്നർത്ഥം. എവിടെ നിന്നും? ഭഗവത് സന്നിധിയിൽ നിന്നും നമ്മളെ ഭഗവാൻ ന ത്യജതി, അസ്മാൻ ന ത്യജതി, അതാണ് ഇവിടെ അവ്യയ. അല്ലാതെ മാറ്റമില്ലാത്ത അർത്ഥത്തിലല്ല. ഭഗവാൻ അവ്യയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തരെ ഭഗവാൻ ന ത്യജതി, ന വീയതേ, ന ത്യജതി, ഭഗവാൻ നമ്മളെ ഭക്തന്മാരെ ഉപേക്ഷിക്കുന്നില്ല എന്നർത്ഥം. അതാണ് അവ്യയ. അപ്പോൾ ഭക്തന്മാരെ ഉപേക്ഷിക്കാത്തവരും. പിന്നെ പുരുഷ, ഇതിനു മുമ്പും പുരുഷ വന്നിട്ടുണ്ട്, പുരുഷോത്തമ എന്ന് വന്നിട്ടുണ്ട്. പുരുഷോത്തമം എന്നാൽ ഏറ്റവും ഉന്നതിയിലുള്ള സുപ്രീമായിട്ടുള്ള ഈശ്വരൻ അഥവാ പുരുഷൻ എന്ന അർത്ഥത്തിലുമുണ്ട്. പിന്നെയുള്ള പുരത്തിൽ വസിക്കുന്നവൻ ആരോ അത് പുരുഷൻ.
ഭഗവാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പുരം എന്ന് പറഞ്ഞാൽ വസതി സ്ഥാനം ഈ പ്രപഞ്ചം മൊത്തമാണ്. പിന്നെ ജീവാത്മാക്കളെ സംബന്ധിച്ച് പുരം എന്ന് പറയുന്നത് ശരീരം എന്നാണ്. പുരത്തിൽ വഹിക്കുന്ന, അപ്പോൾ ആത്മാവിനെ സംബന്ധിച്ച്, ജീവാത്മാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെയാണ്, ശരീരത്തിൽ വസിക്കുന്നതാണ്. ശരീരെ തിഷ്ഠതി, ജീവാത്മാ ശരീരെ തിഷ്ഠതി. അപ്പോൾ ഈ ശരീരം എന്താണ്? ശരീരത്തിൽ വസിക്കുന്നത്. അപ്പോൾ ശരീരമാണ് പുരം, വസിക്കുന്ന സ്ഥലം. പക്ഷെ ഇവിടെ പുരുഷ എന്നുള്ളതിന് വ്യത്യാസമുണ്ട്. കാരണം അവ്യയ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവ്യയ എന്ന് പറഞ്ഞാൽ ന വിയത എന്ന് കണ്ടു. അഥവാ ഭഗവാൻ ഭക്താൻ ന ത്യജതി, ഭക്തന്മാരെ ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അവ്യയ. പുരുഷ, പുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹു, യഥേഷ്ടം ഭഗവാൻ വാരിക്കോരി കൊടുക്കുന്നു എന്നർത്ഥം. പുരു യഹ ബഹുദാനം കരോതി, ആരാണോ കണ്ടമാനം ബഹുദാനം കരോതി, അതാണ് പുരുഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. യഹ ദാനം കരോതി സഹ ഏവ ബഹുദാനം കരോതി സഹ ഏവ പുരുഷ. അപ്പോൾ പുരു എന്ന് പറഞ്ഞാൽ ബഹു എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലൻറ്റി, ധാരാളമായിട്ട് ദാനം ചെയ്യുന്നവനാരോ അവനാണ് പുരുഷ. പുരു എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക, ഒരുപാട് എന്നർത്ഥം. ബഹു കണ്ടമാനം, അവനാണ് പുരു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബഹുസനോതി, ബഹുസനോതി, ബഹുദാനം കരോതി ഇത് പുരുഷ. യഹ ബഹുദാനം കരോതി സഹ ഏവ പുരുഷ. അപ്പോൾ പുരു എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കൊടുക്കുന്നത്, ദാനകർമ്മം. അപ്പോൾ ഇവിടെ പുരുഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ യഥേഷ്ടം വാരിക്കോരി കൊടുക്കുന്നതാരോ, പുരു ബഹു, ദാനം കൊടുക്കുന്നതാരോ അവനാണ് പുരുഷൻ. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു യഥേഷ്ടം ഇച്ഛാനുസരണം ബഹുദാനം കരോതി, കണ്ടമാനം വാരിക്കോരി കൊടുക്കുന്നു. എന്താണ് കൊടുക്കുന്നത്? അൾട്ടിമേറ്റായിട്ട് കൊടുക്കേണ്ടത് എന്താണ്? ഭഗവാൻ കൊടുക്കുന്നത് എന്താണ്? ആനന്ദം, പരമാനന്ദത്തെ കൊടുക്കുന്നു. ഈശ്വര സാക്ഷാത്കാരം നേടിയവനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആനന്ദം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഭഗവാൻ പരമാനന്ദത്തെ അഥവാ മോക്ഷപ്രാപ്തി നേടിയവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നീട് അവനെ പാപപുണ്യങ്ങൾ ബാധിക്കുന്നില്ല. എന്ത് കഷ്ടനഷ്ടങ്ങൾ വന്നാലും അവനെ ബാധിക്കുന്നില്ല. ദുഃഖം ന സ്പർശതി, കഷ്ടം ന സ്പർശതി, കഷ്ടവും ദുഃഖവും ഒന്നും തന്നെ ഈ മുക്തനായവനെ, മുക്തനായ ആത്മാവെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തന്നെ മുക്തിയെ പ്രാപിക്കും. കാരണം ഈ 6 ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു, കാമക്രോധ ലോഭം മോഹം തുടങ്ങിയ ഈ വസ്തുതകളെ, ഈ ഗുണങ്ങളെ പരിപൂർണമായി ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ എന്ത് സംഭവിച്ചാലും അവനെ ഒന്നും തന്നെ ബാധിക്കുകയില്ല. അപ്പോൾ തന്നെ മോക്ഷം നേടി എന്ന് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ അവനാകെയുള്ളത് സന്തോഷം മാത്രമാണ്. പരമമായ സന്തോഷത്തെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. അതാണ് ഇവിടെ വാരിക്കോരി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭഗവത് ദർശനമേവ പരമാനന്ദപ്രദം, ഭഗവാന്റെ ദർശനം തന്നെ, ഭഗവത് സാക്ഷാത്കാരമേവ പരമാനന്ദ പ്രദാനം, പരമാനന്ദത്തെ നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ ഭക്തേഭ്യ പരമാനന്ദം യച്ചതി ദദാതി. അതിനാണ് ഇത് മഹത്തായിട്ടുള്ള ദാനമാണ് ഭഗവാൻ തരുന്നത്.
അതായത് പരമാനന്ദം, ഈശ്വരഭക്തിയിലൂടെ പരമാനന്ദം നേടാം. അഥവാ പരമാനന്ദത്തെ ഭഗവാൻ ആർക്ക് കൊടുക്കുന്നു? ഭക്തന് കൊടുക്കുന്നു. പരിശുദ്ധമായിട്ടുള്ള ആനന്ദത്തെ ഭഗവാൻ, പരിശുദ്ധ ആനന്ദം ഭഗവാൻ ഭക്തേഭ്യ ദദാതി, ഭക്തന്മാർക്കായിട്ട് കൊടുക്കുന്നു. അവ്യയ പുരുഷ, പിന്നെയോ സാക്ഷി, പിന്നെ വേറെന്താണ്? ഭഗവാൻ ആനന്ദത്തെ കൊടുക്കുന്നു. ഈ ആനന്ദത്തെ ഭക്തന്മാർ അനുഭവിക്കുന്നു. ഭഗവത അനുഗ്രഹാത്, ഭഗവാന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഭക്താഹ പരമാനന്ദം അനുഭവന്തി, ഭക്തന്മാർ പരമമായ സുഖത്തെ അഥവാ സന്തോഷത്തെ, ശുദ്ധമായ സന്തോഷം, അതാണ് പരമാനന്ദം, അനുഭവിക്കുന്നു. ദുഃഖം ബാധിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഈ പരമാനന്ദമാണ് ആര് വാരിക്കുരി കൊടുക്കുന്നത്? ഭഗവാൻ ഭക്തേഭ്യ ദദാതി. അപ്പോൾ ഈ ആനന്ദം അനുഭവിക്കുന്നത് ഭഗവാൻ സാക്ഷാത് പശ്യതി, ഭഗവാൻ ഇത് നേരിട്ട്, സാക്ഷാത് പശ്യതി, ഭഗവാൻ അതിനെ നേരിട്ട് കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഭഗവാൻ സാക്ഷാത് നേരിട്ട് ഭക്താനാം സന്തോഷം പരമാനന്ദം, പരമാനന്ദം അനുഭവന്തം ഭക്താൻ, ഭഗവാൻ പശ്യതി, സാക്ഷാത് പശ്യതി, ഭഗവാൻ നേരിട്ട് അതിനെ കാണുന്നു. അത് കാണുക മാത്രമല്ല, അതിൽ ഭഗവാൻ സന്തുഷ്ടനുമാണെന്നർത്ഥം. അതാണ് അവിടെ സാക്ഷി എന്ന് പറഞ്ഞിരിക്കുന്നത്. യഹ സാക്ഷാത് പശ്യതി, ആരാണോ നേരിട്ട് കാണുന്നത്, സഹ ഏവ സാക്ഷി. യഹ സാക്ഷാത് പശ്യതി, നേരിട്ട്, യഹ ആര്, സാക്ഷാത് നേരിട്ട്, പശ്യതി കാണുന്നുവോ, സഹ ഏവ അവനാണ് ആര്, സാക്ഷി. സാക്ഷാത് പശ്യതി സാക്ഷി. അപ്പം നേരിട്ട് ഭഗവാൻ കാണുന്നു. ഏത്? ഭക്തന്മാർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്ത്, പരിപൂർണമായ പരമാനന്ദത്തെ പ്രദാനം ചെയ്ത്, ഭക്താഹ ഏതത് പരമാനന്ദം അനുഭവന്തി, അതിനെ തം ഭഗവാൻ സന്തോഷം അഥവാ പരമാനന്ദം അനുഭവന്തം ഭക്താൻ ഭഗവാൻ സാക്ഷാത് പശ്യതി. അതുകൊണ്ടാണ് സാക്ഷി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഇതെല്ലാം നിന്നിട്ട് നേരിട്ട് കാണുകയും ചെയ്യുന്നു. ഭഗവാൻ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു, ഭഗവാൻ അത് നേരിട്ട് കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് നേരിട്ട് കാണുന്നത് കൊണ്ടാണ് സാക്ഷി, സാക്ഷാത് പശ്യതി സാക്ഷി. അപ്പോൾ അതുകൊണ്ട് സാക്ഷി എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ സാക്ഷിയാണ്. ഏത്? ഭക്തന്മാർ താൻ നൽകിയ പരമാനന്ദത്തെ അനുഭവിക്കുന്നത് കാണുമ്പോൾ ഭഗവാൻ സന്തുഷ്ടനാകുന്നു. അത് നേരിട്ട് ദർശിക്കുന്നത് കൊണ്ട്, അതായത് ഭക്തന്മാരുടെ സന്തോഷം നേരിട്ട് കാണുന്നത് കൊണ്ട് ഭഗവാൻ സാക്ഷിയാകുന്നു. സാക്ഷാത് പശ്യതി. പിന്നെ എന്താണ്? ക്ഷേത്രജ്ഞോക്ഷര ഏവച ക്ഷേത്രജ്ഞ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പ്രദേശം, ക്ഷേത്രം, ദേശം, പ്രദേശം, സ്ഥലം, അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രജ്ഞൻ യഹ ക്ഷേത്രം ജാനാതി, ക്ഷേത്രം ശരിക്കും അറിയുന്നവൻ, ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞ, ക്ഷേത്രത്തെ അറിയുന്നവൻ. ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഭക്തന്മാർ ഉള്ള സ്ഥലമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ക്ഷേത്രം പറഞ്ഞിരിക്കുന്നത്. ഭക്തന്മാർ താമസിക്കുന്ന ഇടം ക്ഷേത്രം. ഇപ്പോൾ ആത്മാവ് കുടികൊള്ളുന്നത് ശരീരമാണല്ലോ. ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയാം, കൃഷിസ്ഥലം എന്ന് പറയാം, വീട്, ഗൃഹം ക്ഷേത്രമാണ്, താമസിക്കുന്ന സ്ഥലങ്ങളാണ് ക്ഷേത്രം. അപ്പോൾ ഇവിടെ ദേശം, പ്രദേശം, ഇവിടെ ഭക്താനാം ക്ഷേത്രം. ഭക്ത
ഭക്താഹ കുത്ര നിവസതി തദേവ ക്ഷേത്ര. ഭക്തന്മാരെ എവിടെ താമസിക്കുന്നോ അത് തന്നെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭക്തന്മാരെക്കുറിച്ച് ശരിക്കും ആർക്ക് ജ്ഞാനമുണ്ട്? ഭഗവാന് ജ്ഞാനമുണ്ട്. ഭഗവാൻ ജാനാതി. ഭഗവാൻ തം ക്ഷേത്രം ജാന, ആ ക്ഷേത്രം, ആ ഫീൽഡ് ഓഫ് ആക്ഷൻ, അതിന് ഭഗവാന് നല്ല ധാരണ, നേരിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭക്തന്മാർക്ക് എവിടെ വെച്ച് എങ്ങനെ മോക്ഷത്തെ കൊടുക്കണമെന്നും ആ പരമാനന്ദത്തെ കൊടുക്കണമെന്നും ഭഗവാൻ അറിയാം. അപ്പോൾ ഈ ക്ഷേത്രഭൂമി, അതിനെക്കുറിച്ചും അതിലുള്ള ഭക്തന്മാരെക്കുറിച്ചും പരമമായ ജ്ഞാനം ആർക്കുണ്ട്? ഭഗവാനുണ്ട്. കാരണം ഭഗവാൻ സകല സ്ഥലത്തും സകല ദേശേ സകല പ്രദേശേ തിഷ്ഠതി. ഭഗവാൻ ഇരിക്കുന്നു. അതുകൊണ്ട് പിന്നെ ക്ഷേത്രജ്ഞ ഭഗവാൻ ക്ഷേത്രജ്ഞാനം ഭഗവാന് ക്ഷേത്രസ്യ ജ്ഞാനം ജാനാതി. ഭഗവാന് ക്ഷേത്രജ്ഞാനം ഉണ്ട്. ക്ഷേത്രജ്ഞാനം അസ്തി ഭഗവതഃ. അപ്പോൾ പിന്നെയോ ക്ഷേത്രജ്ഞ, പിന്നെ അക്ഷരഃ. ഭഗവാൻ എങ്ങനെയാണ്? അക്ഷരഃ. ക്ഷരഃ യത് നശ്യതി തദേവ ക്ഷരഃ. യത് നശ്യതി സഹ ഏവ ക്ഷരഃ. നാശമുള്ളത് ക്ഷരം. പിന്നെ നാശരഹിതമായതേതോ? യഹ നാശരഹിതഃ സഹ ഏവ അക്ഷരഃ. നാശരഹിതമായിട്ട് ക്ഷരം നശിക്കുന്നത്. അക്ഷരഃ എന്ന് പറഞ്ഞെങ്കിൽ നാശമില്ലാത്തത്. സോ ഭഗവാൻ എന്ന് പറയുന്നത് സുപ്രീമായിട്ടുള്ള സുപ്രീം സോൾ, പരമാത്മാവാണ്, പരബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിന് എന്തില്ല? നാശമില്ല എന്നർത്ഥം. എങ്ങനെയാണ് നാശമില്ല എന്ന് പറയുന്നത്? ഭഗവാൻ പരമാനന്ദം ദദാതി ഭക്തേഭ്യഃ പരമാനന്ദം ദദാതി. ഭഗവാൻ ഭക്തന്മാരിൽ പരമാനന്ദത്തെ കൊടുക്കുന്നു. ഈ പരമാനന്ദത്തെ കൊടുക്കുന്ന അവസരത്തിൽ ഭഗവാന് ആനന്ദത്തിന് കുറവുണ്ടോ? അത് നശിക്കുന്നുണ്ടോ? ഇല്ല തന്നെ. പിന്നെയോ ഭഗവത സന്തോഷം വർദ്ധതെ, ഭഗവാന്റെ തൃപ്തി കൂടുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഭക്തന്മാർക്ക് ആനന്ദത്തെ കൊടുക്കുകയും ഭക്തന്മാർ അത് അനുഭവിക്കുന്ന കാണുന്ന അവസരത്തിൽ ഒരു പ്രത്യേക സന്തോഷം ആർക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്? ഭഗവാനുണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ആ രീതിയിലും എടുക്കാവുന്നതാണ്. സന്തോഷം കൊടുക്കെ ഭഗവാന് സന്തോഷം, തൃപ്തി, സന്തുഷ്ടി കൂടുകയുള്ളൂ എന്നർത്ഥം. പിന്നെയുള്ളത് ഭഗവാൻ എന്നും കൂടസ്ഥനാണ്, സ്ഥിരമാണ്. ഭഗവാൻ അക്ഷരഃ ഏവ. ഭഗവാൻ അക്ഷരഃ അസ്തി. ഈ പരബ്രഹ്മം, ഈ പരമപുരുഷൻ എന്ന് പറയുന്നത് നാശമില്ലാത്തവരാണ്. കാലാകാലം, ആദി അന്തം, അനാദിനിധനം, ആദിയും അന്തമില്ലാത്തവരാണ് ഭഗവാൻ. സ്ഥിരഃ കൂടസ്ഥഃ ഏവ. സ്ഥിരമായിട്ട് നിലനിൽക്കുന്നവനാണ്. എന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരിക്കും. ഇതാണ് ഭഗവാൻ. ഭഗവാൻ സ്ഥിരമാണെന്നർത്ഥം. ഈ സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഭഗവാൻ അക്ഷരനാണ്. അക്ഷരഃ നാശരഹിതമാണ്, നാശരഹിതനാണ്. സഹ ഏവ അക്ഷരഃ നാശരഹിതഃ അസ്തി. ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. പൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതിഃ അവ്യയഃപുരുഷഃ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് വീണ്ടും കാണാം.